വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ബംഗ്ലാദേശ് സ്തംഭിച്ചു. സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ്. വളരെയധികം ആശ്വാസം. ഇത് നേരത്തെ ഇന്ത്യ പറഞ്ഞതാണ് നിങ്ങളെ സ്തംഭിപ്പിക്കുമെന്ന്. അക്ഷരാർത്ഥത്തിൽ ബംഗ്ലാദേശ് സ്തംഭിച്ചു. അമേരിക്ക US എയ്ഡ് നിർത്തിയതോടുകൂടിയാണ് ബംഗ്ലാദേശ് സ്തംഭിച്ചത്. ഈ US കുറെ ലൊട്ടിലൊടുക്ക് രാജ്യങ്ങൾക്കൊക്കെ അവരുടെ ധനസഹായം കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. ഇസ്രായേൽ, ഈജിപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ. അപ്പൊ ഇസ്രായേലിനും ഈജിപ്തിനും മാത്രമുള്ള ധനസഹായം നിലനിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അമേരിക്ക ഫണ്ട് കൊടുക്കുന്നത് നിർത്തി. ലോകാരോഗ്യ സംഘടനയ്ക്ക് അടക്കം. അപ്പൊ ട്രംപിന്റെ ഇന്നലത്തെ സ്പീച്ച് ഞാൻ കാണുമായിരുന്നു, ട്രംപിന്റെ വാർത്താ സമ്മേളനം. ട്രംപ് ആ കരാറിൽ ഒപ്പിടും മുമ്പ് ട്രംപ് പറയുന്നത്, അമേരിക്കയിൽ തൊട്ടടുത്തേക്കുന്ന ആളോട് ട്രംപ് ഇങ്ങനെ ചോദിക്കുക, അമേരിക്കയിൽ എത്രയാണ് ജനസംഖ്യ? അപ്പൊ ഉടനെ തൊട്ടടുത്തേക്കുന്ന ആള് പറയും 33 കോടി എന്ന് പറയും. അപ്പൊ ഉടനെ അമേരിക്ക എത്രയാണ് ഇവർക്ക് കൊടുക്കുന്നത്, WHO? അപ്പൊ അയാൾ പറയും 500 മില്യൺ. ശരി, ചൈനയിൽ എത്രയാണ് ജനസംഖ്യ? അത് 140 കോടി. അവരെത്രയാ കൊടുക്കുന്നത്? 30 മില്യൺ. അപ്പൊ ഞങ്ങളാണോ അവരാണോ കൊടുക്കേണ്ടത്? അതാണ് എന്നെ ഇത് പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഒപ്പിടുന്നത്. അതായത് ഞാൻ അതിന്റെ ഒരു സംഭവം ഞാൻ കണ്ടതാ. അപ്പോ അങ്ങനെ പല കാര്യങ്ങളും പുറത്തിറങ്ങുന്ന കൂട്ടത്തിൽ ഈ ബംഗ്ലാദേശിന്റെ കേസിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. ബംഗ്ലാദേശിന്റെ കേസിൽ തീരുമാനം ഉണ്ടാവുമ്പോ ഒരു പടി കൂടെ കടന്ന് ഇപ്പോ അമേരിക്കയിലെ പല കാര്യങ്ങളും അവിടെ അമേരിക്ക പല കാര്യങ്ങളും നിക്ഷേപമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നൊക്കെ ഉണ്ട്. അതും നിർത്തിവെച്ചിരിക്കുകയാണ് അമേരിക്ക. ഈ USA നിർത്തുമ്പോ അമേരിക്ക മറ്റു രാജ്യങ്ങളോട് കാണിച്ചൊരു കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ പൂർത്തിയാക്കാനുള്ളതെല്ലാം പൂർത്തിയാക്കിയിട്ട് ഇനി അങ്ങോട്ടില്ല എന്നുള്ള രീതിയാണ്. പക്ഷെ ബംഗ്ലാദേശിലേക്ക് വരുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും നിർത്തി. അപ്പൊ യൂനിസ് ഇതിൽ രോഷാകുലനായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് എല്ലാ മാധ്യമങ്ങളും അടിച്ചേക്കുന്നത്. പോരാത്തതിന് അവിടെയുള്ള റോഡുകൾ, അണക്കെട്ടുകൾ, റെയിൽവേ ലൈനുകൾ, വിമാനത്താവളങ്ങൾ തുടങ്ങി നിരവധി പദ്ധതികൾ ഈ സഹായം പെട്ടെന്ന് നിലച്ചതോടെ സ്തംഭിച്ചു. സ്കീമുകൾ, കരാറുകൾ, വർക്ക് ഓർഡറുകൾ, സർക്കാർ ക്യൂകൾ തുടങ്ങിയവയ്ക്ക് കീഴിലാണ് ഇവ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള വേറൊരു റിപ്പോർട്ടുണ്ട്. ഇസ്രായേലിനും ഈജിപ്തിനും മാത്രമേ ഇപ്പോ സഹായം ലഭിക്കുകയുള്ളൂ. പോരാത്തതിന് യൂനിസിന്റെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ, മാധ്യമ റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ രാജ്യങ്ങളിൽ ഒന്നാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അവിടുത്തെ ജനങ്ങൾ USAID നിർത്തിയാൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് വലിയ ദുരിതത്തിലാണ്, സ്തംഭിച്ചു പോയി രാജ്യം എന്നുള്ളതാണ്. സകല പണികളും നിർത്തിവെച്ചു, കോൺട്രാക്ടർമാരെല്ലാം പട്ടിണിയിലാവാൻ പോവുകയാണ്. എന്ത് തോന്നുന്നു വിശ്വ? ഈ യൂനസിനെ അവിടെ ഇടക്കാല സർക്കാരിന് തലവനായിട്ട് കൊണ്ടുവന്നപ്പോ ഈ കൊണ്ടുവന്ന ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ കരുതിയത് ഈ യൂനസ് എല്ലാവർക്കും സ്വീകാര്യനായ ഒരു മുഖമായിരിക്കും. കാരണം അദ്ദേഹം ഒരു അവാർഡ് വിന്നറൊക്കെ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകാര്യത കിട്ടുമെന്നൊക്കെ എല്ലാവരും കരുതി, നോബൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണെന്നൊക്കെ എല്ലാവരും കരുതിയെങ്കിൽ ഇന്ന് യൂനസ് അവരുടെ ഒരു വലിയ ശാപമായി മാറിയിരിക്കുകയാണ്. കാരണം യൂനസിന്റെ മകൾ മോണിക്ക യൂനസ് ആണ് ഈ ട്രംപിന്റെ കട്ടക്കലിപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹം ഇത്രയും രൂക്ഷമായിട്ട് ബംഗ്ലാദേശിനെതിരെ നടപടിയെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ട്രംപിനെ തോൽപ്പിക്കാൻ വേണ്ടി പണിയെടുത്തവരുടെ കൂട്ടത്തിൽ ഈ യൂനസിന്റെ മോളും ഉണ്ടായിരുന്നുള്ളത് തന്നെയാണ്. ഇത് ബംഗ്ലാദേശികൾക്കും അറിയാം. അപ്പം യൂനസ് അപ്പോൾ നേരത്തെ യൂനസ് ആ വീടിന്റെ ഐശ്വര്യമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ യൂനസ് ആ വീടിന്റെ ഐശ്വര്യം അല്ല. യൂനസിനെ ഇനി എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിലാണ് സംശയം നിൽക്കുന്നത്. പിന്നെ ഈ കരാറുകൾ പെട്ടെന്ന് തീരില്ല. ഏതായാലും കരാറുകൾ അങ്ങനെ റദ്ദാക്കാനും പറ്റില്ല, കാരണം അത് അന്താരാഷ്ട്ര കോടതിയിലൊക്കെ പോകുന്ന വിഷയമാണ്. പക്ഷെ സാമ്പത്തികം ഇല്ല എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായി കോൺട്രാക്ടർമാർ പണം നിർത്തിക്കളയും. കാരണം അവർക്ക് മുൻപോട്ട് കൊണ്ടുപോയിട്ട് ഈ പണി പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല, പണം കിട്ടുമോ എന്ന് ഉറപ്പില്ല. സ്വാഭാവികം വലിയ പ്രൊജക്ടുകളാണ് അതൊക്കെ. അപ്പൊ അവരെ പണി നിർത്തും. ഇതിനകത്ത് കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കുറെ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും അമേരിക്ക പണം കൊടുക്കാമെന്ന് പറഞ്ഞാലും ഈ പ്രൊജക്ടുകൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കൂടുതൽ തുക ആവശ്യമായി വരും. അതായത് ഒരേ രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടുകൾ പെട്ടെന്ന് നിന്നിട്ട് വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു കാലയളവ് കഴിഞ്ഞിട്ട് 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കൂടുതൽ പണം അതിൽ ചെലവഴിക്കേണ്ടതായി വരും. അതുകൊണ്ട് ഈ ഒരു വലിയ തിരിച്ചടിയാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ അധികാരം പിടിക്കുന്ന മതമൗലികവാദികളായാലും പട്ടാളമായാലും ഒക്കെ അവർക്ക് ആ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് അറിയില്ല. ആ രാജ്യം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതിനെ കുറിച്ച് അറിയില്ല. അവരുടെ തലയിൽ മുഴുവൻ ഈ മതവും ഇല്ലെങ്കിൽ അധികാര ഭ്രാന്തും മാത്രമേ ഉള്ളൂ. അത് എങ്ങനെ മുൻപോട്ട്, നമ്മളിത് കണ്ടതാണ്. അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടതാണ്. ആ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നേടിയ വിജയത്തെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വാനോളം പുകഴ്ത്തിയാണ് എഴുതിയത്. വിസ്മയം എന്ന് പറഞ്ഞു, വസന്തം എന്ന് പറഞ്ഞു, ഇനി അഫ്ഗാൻ ലോകത്തിന് വഴികാട്ടിയാകുമെന്ന് പറഞ്ഞു. ഇന്ന് അതുങ്ങൾ കഞ്ഞു കുടിക്കാൻ ഗതിയിലാണ് കറങ്ങുക. പാകിസ്ഥാൻ, സിറിയ ഈജിപ്റ്റ് വിപ്ലവം വന്നു. ഈജിപ്റ്റ് വിപ്ലവം എന്ന് പറഞ്ഞ് മുല്ലപ്പൂ വിപ്ലവം വിജയിച്ചു, ഇതൊരു ലോകത്തിന് വഴികാട്ടിയാണ് എന്ന് പറയുന്നു. ഇതെല്ലാം പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്, അത് വേറെ കാര്യം. അങ്ങനെ സിറിയയിൽ, ഇറാഖിൽ, അങ്ങനെ ലോകത്തെമ്പാടും ഭരണം പിടിച്ചെടുക്കാൻ കാണിച്ച ആക്രമണം ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല.
നമുക്കിപ്പോ നമ്മുടെ ഭരണാധികാരികളെ ചീത്ത വിളിക്കാം, ഇല്ലെങ്കിൽ അവർക്കെതിരെ നമുക്ക് എന്തും പറയാം. പക്ഷെ ഒരു രാജ്യം മുൻപോട്ട് കൊണ്ടുപോവുക വളരെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. അതിന് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകളും കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ നമ്മുടെ കുടുംബം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു നോക്കിയാൽ മാത്രം മതി. ഒരു കുടുംബനാഥൻ ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അയാൾ അനുഭവിക്കുന്ന റിസ്കുകളുണ്ട് അനവധി. അയാൾ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതിൽ കൂടെയാണ് ആ സമൂഹവുമായിട്ട് സമരസപ്പെട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അതല്ലാതെ അദ്ദേഹത്തിന് ഒറ്റയ്ക്കൊന്നും ഒരു കുടുംബത്തിനും മുമ്പോട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് സമൂഹത്തിന്റെ സപ്പോർട്ട് ആവശ്യമാണ്. ഇനി അദ്ദേഹം ജോലി ചെയ്യുകയാണെങ്കിലും അതിന് ആവശ്യമാണ്. അപ്പോൾ ഈ ബംഗ്ലാദേശ് പെട്ടിരിക്കുന്നത് വലിയൊരു അബദ്ധത്തിലാണ്. കാരണം ഒന്ന്, ഭരണപരിചയമുള്ളവരാരും തന്നെ അതിന്റെ തലപ്പത്ത് ഇപ്പോഴില്ല. അവർ ഇടക്കാല സർക്കാർ എന്നാണ് പറയുന്നതെങ്കിൽ പോലും ഭരണപരിചയമുള്ള ഒരാൾ പോലും അതിന്റെ തലപ്പത്തില്ല. യൂനസ് ഒന്നും ജീവിതത്തിൽ പോലും അതിന്റെ ഒരു പ്രധാനമന്ത്രിയാകുമെന്ന് ഉപദേഷ്ടാവും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുള്ള ആളല്ല. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഈ ട്രംപിനെയൊക്കെ ചീത്ത വിളിക്കുമായിരുന്നു മുൻപ്. ട്രംപിനെയൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് യൂനസ്. ട്രംപ് ഇങ്ങനെ അതെ. വരുമെന്നു യൂനസ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാകുന്ന രണ്ടു കൂട്ടരും ചിന്തിച്ചിട്ടില്ല. പുരോഗമനവാദിയാവാൻ ശ്രമിച്ചതാ. ഇപ്പൊ ഇങ്ങനെ ആവുമെന്ന് ആരും കരുതിയില്ല. ആരും കരുതിയില്ല ആ ഒരു അവസ്ഥയാണ്. പിന്നെ ഇനി ഇവർക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ ചൈനയുമായിട്ടുള്ള ഒരു ബന്ധമാണ്. പക്ഷെ ചൈനയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുമ്പോൾ ഇവർക്ക് അത് ഉം. സാമ്പത്തികമായിട്ട് മാത്രമല്ല, ഇവരുടെ മതപരമായ കാര്യങ്ങളിലും ചൈന ഇടപെടും. അതിനുള്ളൊരു ഉദാഹരണം പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാനിലെ ആ. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലൂടെയാണ് ഇവരുടെ റോഡ് പദ്ധതി കടന്നു പോകുന്നത്. ഈ റോഡ് ആ. പദ്ധതിക്കായിട്ട് ചൈന വലിയ രീതിയിൽ തന്നെ അവിടെ തൊഴിലാളികളെ, ചൈനീസ് തൊഴിലാളികളെ കൊണ്ട് അവിടെ ഇറക്കി. അവിടെ മുഴുവൻ എഞ്ചിനീയേഴ്സും പാകിസ്ഥാന്റെ എല്ലാ എഞ്ചിനീയേഴ്സും ചൈനയുടെ തന്നെയാണ് അവിടെ കൊണ്ടിറക്കി. അവർക്ക് ഭക്ഷണം ഉം. കഴിക്കാൻ വേണ്ടി പന്നിയുടെ കട തുറന്നു. പന്നിയുടെ ഇറച്ചി വിൽക്കാൻ തുടങ്ങി, ഇറച്ചി ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങി. അപ്പോഴൊക്കെയാണ് പാകിസ്ഥാനിൽ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം ചൈനയ്ക്കെതിരെ ഉയർന്നു വരുന്നത്. അതുപോലെ അതെ, അതെ. കഴുതയും പന്നിയെയും, ഈ പന്നി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇസ്ലാമിക ആചാരപ്രകാരം അവർക്ക് അതൊരു ഹറാമായിട്ടുള്ള ഒരു വസ്തുവാണ്. അപ്പൊ ഒരു രാജ്യത്ത്, ഇസ്ലാമിക രാജ്യത്ത് അതിനെ കൊണ്ടൊന്ന് പരസ്യമായി അറക്കുകയും അതിനെ വേവിച്ച് കഴിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് പോയി. അതാണ് ചൈനയുടെ ഇൻവേഷൻ എന്നാണ് പറയുന്നത്. അല്ലെ ചൈന അവിടെ ചൈനയുടെ കടന്നുകയറ്റം എന്നാണ് അതിന് നമ്മൾ പറയേണ്ടത്. അല്ല ചൈനയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരുമായിട്ട് ടൈപ്പാകുക അല്ല ചെയ്യുന്നത്. ചൈന ഒരു രാജ്യത്തേക്ക് പണം ഇറക്കാൻ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ആ സ്ഥലം പിടിച്ചെടുത്ത് ചൈനയുടെ ഒരു പ്രവിശ്യ കണക്കാണ് കൊണ്ടുപോകുന്നത്. അത് ചൈന പോയിട്ടുള്ള എല്ലായിടവും. ഇനി ചൈന ഇപ്പോൾ ഏറ്റവും കൂടുതൽ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാവോ? അവിടെ ഒരു തുറമുഖം ചൈന എടുത്തു കഴിഞ്ഞാൽ ചൈന ആ രാജ്യവുമായിട്ട് വെക്കുന്ന കരാർ, തുറമുഖത്തിനൊന്നും പൈസ ആ രാജ്യം മുടക്കണ്ട, എല്ലാം ചൈന മുടക്കിക്കോളും. ചൈന ആ രാജ്യവുമായി വെക്കുന്ന കരാർ എന്താണെന്നറിയാവോ? 100 വർഷത്തേക്ക് ഞങ്ങളുടെ ചരക്ക് മാത്രം ഇതുവഴി ഇറക്കാൻ കഴിയൂ, ഞങ്ങൾ പറയുന്ന കപ്പൽ മാത്രമേ ഇതുവഴി പോകൂ, ഞങ്ങളുടെ ചരക്കുകൾ മാത്രമാണ് ഇതിന് ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ വിൽക്കാൻ കഴിയൂ. ഇങ്ങനെയുള്ള എല്ലാ എഗ്രിമെന്റും ഒപ്പിടിയിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതായത് അക്ഷരാർത്ഥത്തിൽ അവരുടെ ഒരു കോളനി പോലെ അതിനെ ആക്കി മാറ്റുകയാണ്. ഈ ആഫ്രിക്കൻ ഉം. രാജ്യങ്ങൾക്ക് വേണ്ട സാമ്പത്തികമില്ല മുമ്പോട്ട് പോകാനായിട്ട്. അപ്പൊ അവരിത് ഉം. അംഗീകരിച്ചു കൊടുക്കും. ഞാൻ ഇത്ര അംഗീകരിക്കുമ്പോൾ ആ രാജ്യത്തിന് മുമ്പോട്ട് പോകാനുള്ള കൂടെ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട്. ഇതേ രീതിയിൽ ഒരു സാമന്ത രാജ്യമായിട്ട് ബംഗ്ലാദേശ് മാറുമോ ഇല്ലയോ എന്നാണ് കാത്തിരിക്കേണ്ട ഒരു കാര്യം. ഏതായാലും ചൈനയ്ക്ക് കൊണ്ട് അടിയറ വെക്കുമെന്ന് അറിയത്തില്ല. അടിയറ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിനകത്ത് സംഭവം. കാരണം ചൈന അവിടെ ഇരുന്നുകൊണ്ട് ഇപ്പൊ ഇന്ത്യയൊക്കെ പണം മുടക്കുന്നുണ്ട് പല രാജ്യത്തും എന്ന് കരുതിയിട്ട് ഇന്ത്യക്കാരെല്ലാം കൂടെ വണ്ടി പിടിച്ച് അവിടെ പോകാറില്ല. പക്ഷെ ചൈനയുടെ അങ്ങനെയല്ല. അവരുടെ പണിക്കാരും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അവിടെ വരികയും ആദ്യം അവരവിടെ ഈ വിന്യസിക്കുന്ന അവരുടെ സൈന്യത്തെയാണ്. പാകിസ്ഥാനെ നമ്മളിത് കണ്ടു, ശ്രീലങ്കയെ നമ്മൾ കണ്ടു. ഉം. അവർ പറയുന്നത് എഞ്ചിനീയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടൊക്കെ വലിയ ട്രൂപ്പിനെ കൊണ്ട് ചാടിക്കുന്ന അവർ സൈനികരെയാണ് അവിടെ ആദ്യം വിന്യസിക്കുന്നത്. ഉം. അങ്ങനെയുള്ള രീതിയിലേക്ക് അത് മാറുകയും പിന്നീട് അവരുടെ ചൊൽപ്പിടിക്ക് നിൽക്കേണ്ട അവസ്ഥയിലേക്കും വരും. ഇന്നിപ്പോ പാകിസ്ഥാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം അതാണ്. ചൈന ഉം. ഏതാണ്ട് പിടിമുറുക്കിയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴറുകയാണ് പാകിസ്ഥാൻ. ഇതേ അവസ്ഥയിലേക്ക് ബംഗ്ലാദേശിൽ പോകാം. ഇല്ല എങ്കിൽ ബംഗ്ലാദേശിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അറബ് കൺട്രീസ് അല്ലെങ്കിൽ GCC രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ആയിട്ട് ഒരു ബാക്ക്ഡോർ സംഭാഷണങ്ങൾ, അതായത് ഇപ്പൊ നമ്മുടെ ഈ താലിബാൻ ഒക്കെ ചെയ്യുന്നത്, താലിബാൻ ഈ ദുബായ് വഴിയാണ്, ഈ UAE വഴിയാണ് ഇന്ത്യയായിട്ട് കണക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊക്കെ ഉം. യൂനസ് ഇവിടുന്ന് പോയി ഖത്തറിനെയോ മറ്റാരെങ്കിലും കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ വലിയ ഗതികേടിലാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. കാരണം ഈ അറബ് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ആയാലും അമേരിക്ക ആയാലും ഒക്കെ നല്ല ബന്ധങ്ങൾ ഉള്ള രാജ്യങ്ങളാണ്. ചിലപ്പോൾ അവര് വഴി വല്ലോ എന്തെങ്കിലും ഒന്ന് ഒരു 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 റൂട്ട് ക്ലിയർ ആക്കി എടുക്കാൻ ഒരു സാധ്യത മാത്രമാണ് നിലവിൽ കാണുന്നത്. ഇല്ല എങ്കിൽ ഈ ബംഗ്ലാദേശ് ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അവരൊരു ചർച്ചയ്ക്ക് തയ്യാറാകുകയും പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇപ്പൊ ഇന്ത്യയുമായിട്ടൊക്കെ ഒരു ചർച്ചയ്ക്ക്, പക്ഷെ ഇന്ത്യ പോകാനുള്ള സാധ്യതകൾ കുറവാണ്. അതിന് അല്ല, കാരണം ഇന്ത്യ 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 ഉഭയകക്ഷി ചർച്ച, അമേരിക്കയുമായിട്ട് ആദ്യം ഇന്ത്യയാണ് ഉഭയകക്ഷി ചർച്ച നടത്തിയത് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം. ആ ഉഭയകക്ഷി ചർച്ച നടത്തിയ ശേഷമാണ് ഇപ്പൊ ബംഗ്ലാദേശിന് ഈ ഉപരോധം വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അതിനുശേഷം പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ വിദേശകാര്യമന്ത്രി. ചർച്ച നടന്നു എന്നുള്ളത് സത്യം തന്നെയാണ്, പക്ഷെ ചർച്ചയിൽ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
പോരാത്തതിന് വേറൊരു കാര്യം പറഞ്ഞു, അവിടെയുള്ള ന്യൂനപക്ഷ പീഡനങ്ങൾ നേരിടാനായി ഒരു പ്രത്യേക ഒരു നയം നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതൊക്കെ കൊണ്ടായിരിക്കുമോ ബംഗ്ലാദേശിനെ ഇത്രക്കിട്ട് ബുദ്ധിമുട്ടിക്കാൻ, അല്ല ബുദ്ധിമുട്ടിക്കാൻ ഇത്രക്കിട്ട് ഒരു ആ ഒരു സ്തംഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു കാരണം? അല്ല, അതും ഒരു കാരണമാണ്. ട്രംപ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നത് ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമം വെച്ച് പൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചാല്, ബംഗ്ലാദേശിന് ഇനിയിപ്പോ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചർച്ച ഇന്ത്യയുമായിട്ടും ഒക്കെ നടത്തുക. അതായത് തങ്ങൾ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞൊരു ചർച്ചകളുടെ രീതിയിലേക്ക് പോയാൽ മുമ്പോട്ട് പോകാൻ കഴിയും. പക്ഷെ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ ബംഗ്ലാദേശിന് അതിന് തയ്യാറാകാൻ കഴിയില്ല. കാരണം ഈ മതമൗലികവാദികളും തലയ്ക്ക് വെളിവില്ലാത്തവരൊക്കെ കൂടെ ആണ് കയറി ഇരിക്കുന്നതും പിന്തുണ കൊടുക്കുന്നതൊക്കെ. അവരൊരിക്കലും അങ്ങനെ ഒരു ടോക്കിന് സമ്മതിക്കുകയില്ല. അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ ഇതിൽ ചില വിട്ടുവീഴ്ചകളും ഇളവുകളൊക്കെ ഉണ്ട്. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. ബംഗ്ലാദേശ് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ അതിർത്തിയിൽ ഒന്നും ഒരു പ്രകോപനവും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. വളരെ നല്ല സ്നേഹബന്ധത്തിനാണ് അവർ പോകുന്നത്. അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അറിയാം. ഇവിടെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു യുഎൻഎസിന് ചിലപ്പോൾ മനസ്സിലുണ്ടാകുമായിരിക്കാം ഇന്ത്യയുമായിട്ടൊക്കെ സംസാരിച്ച് ഇപ്പൊ അത്യാവശ്യം മരുന്നും ഭക്ഷണവും ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നു പോട്ടെ, ഷേഖ് ഹസീനെ പോലുള്ള വിഷയങ്ങൾ നമുക്ക് പിന്നീട് സംസാരിച്ച് തീർക്കാനുള്ളതല്ലേ ഉള്ളൂ എന്ന്. കാരണം ഷേഖ് ഹസീനയുടെ വിഷയം സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങും തീരത്തൊന്നുമില്ല. ഇന്ത്യ അടുത്ത് സംസാരിക്കാൻ പറ്റുമോന്നും എനിക്കറിയില്ല. അപ്പം അടിയന്തര ഘട്ടത്തിൽ ജനങ്ങൾക്ക് വേണ്ട പട്ടിണി മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു ചർച്ചകൾ ഒരുപക്ഷെ നല്ലതായിരിക്കാം. ബംഗ്ലാദേശ് അത്രത്തിൽ നീങ്ങുമോ ഇല്ലയോ എന്നറിയില്ല. ഇനി ഉടനടി ഈ ഇവരുടെ ഈ ബുദ്ധിക്ക് ചൈനയാണ് നല്ലതെന്ന് തോന്നി അങ്ങോട്ട് ചാടാനും മതി, സാധ്യതകൾ ഇല്ലാതില്ല. പക്ഷെ അങ്ങനെ പോകുമ്പോൾ അത് ഇന്ത്യക്ക് കുറച്ചുകൂടെ ബലം വരും. കാരണം ബംഗ്ലാദേശ് ചൈനയുടെ പക്ഷത്തേക്ക് ചായുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് പിന്നെ ഇത്രയും മടി പോലും ഇന്ത്യയോട് ഉണ്ടാകില്ല. നേരെ ഇന്ത്യയെ സഹായിക്കാനായിട്ട് അവര് നേരെ രംഗത്ത്. കാരണം ഈ ചൈനയാണല്ലോ അമേരിക്കയുടെ കണ്ണിൽ ഒരു വലിയ ശക്തി, ആയുധത്തിലോ ആയാലും മറ്റു തരത്തിലായാലും. അപ്പൊ അത് ഇന്ത്യക്ക് കുറച്ചുകൂടെ ഗുണകരമായി മാറത്തേ ഉള്ളൂ. അതുകൊണ്ട് ബംഗ്ലാദേശ് എന്ത് ചെയ്യും എന്നുള്ള കാര്യം അറിയില്ല. ഏതായാലും പാകിസ്ഥാനെ ബംഗ്ലാദേശ് കൂട്ടുപിടിക്കുന്നത് നമുക്ക് ഭയക്കാനായിട്ടൊന്നും തന്നെയില്ല. കുറെ തീവ്രവാദികളെ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഇറക്കി വിടാൻ പറ്റും, ഇല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യാൻ പറ്റും എന്നത് കവിഞ്ഞ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അവർ തന്നെ വലിയ ഗതികേടിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു ബിജു ചേട്ടാ, താങ്ക് യു സോ മച്ച്.